HRDS ഇന്ത്യയുടെ സവർക്കർ പുരസ്കാരം ശശി തരൂർ ഏറ്റുവാങ്ങില്ല. അവാർഡിനെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ മാത്രമാണ് അറിഞ്ഞതെന്ന് തരൂർ പറഞ്ഞു. അവാർഡ് നൽകുന്ന സംഘടനയുടെ പശ്ചാത്തലം, അവാർഡിന്റെ സ്വഭാവം എന്നിവയിൽ അവ്യക്തത തുടരുകയാണ്. അതിനാൽ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും തരൂർ എക്സിൽ കുറിച്ചു. തരൂർ ഉൾപ്പെടെ 6 പേർക്കാണ് പ്രഥമ സവർക്കർ പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഡൽഹിയിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് അവാർഡ് സമ്മാനിക്കുന്നത്. തരൂർ അവാർഡ് സ്വീകരിക്കുന്നതിനെതിരെ കോൺഗ്രസിൽ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകാനുള്ളത്. തൗഫീഖ്, അദ്ദേഹം എക്സിൽ കുറിച്ചത് ഈ അവാർഡിനെ കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നു, സംഘാടകർ തന്നെ ക്ഷണിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെയാണ്. പക്ഷേ നേരത്തെ ഈ പറയുന്ന സംഘടനയുടെ സ്ഥാപക സെക്രട്ടറി നമ്മോട് പ്രതികരിച്ചത് അദ്ദേഹത്തെ വീട്ടിൽ പോയി നേരിട്ട് ക്ഷണിച്ചിരുന്നു, അദ്ദേഹം വരാമെന്ന് ഏറ്റിരുന്നു എന്നുമാണ്. എന്താണ് തരൂര് എക്സിൽ അല്ലാതെ ഔദ്യോഗികമായി അദ്ദേഹവുമായി സംസാരിക്കാൻ പറ്റിയിരുന്നോ? അദ്ദേഹം കൂടുതൽ വിശദീകരണം നൽകുന്നുണ്ടോ? അയ്യോഫൽ, ഇക്കാര്യത്തിൽ ശശി തരൂർ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ അവാർഡ് താൻ സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് തരൂർ അറിയിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ശേഷം തരൂർ പാർലമെന്റിൽ എത്തിയിരുന്നു. പാർലമെന്റിൽ എത്തിയപ്പോൾ വാർത്താ ഏജൻസി തരൂരിനോട് ഇക്കാര്യം ചോദിച്ചിരുന്നു. ആ സമയത്ത് താൻ കഴിഞ്ഞ ദിവസം ഇത് വ്യക്തമാക്കിയതാണ്. ഈ അവാർഡ് താൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തരൂർ പാർലമെന്റിലേക്ക് പോവുകയായിരുന്നു. പാർലമെന്റിൽ ഒപ്പിട്ട ശേഷം തരൂർ വേഗം പുറത്തിറങ്ങുകയും ബംഗാളിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ശശി തരൂർ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ബംഗാളിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ പരിപാടിയിൽ ശശി തരൂർ എന്തായാലും പങ്കെടുക്കില്ല. അതിന് ചില കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, ഈ സംഘടനയെക്കുറിച്ച് തനിക്കറിയില്ല, അതോടൊപ്പം തന്നെ ഈ സംഘടനയുടെ സ്വഭാവം എന്താണ്, ഈ അവാർഡ് എന്തിനാണ് നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു പ്രസക്തിയില്ല എന്നാണ് ശശി തരൂർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. തന്നെ ആരും വന്ന് ഈ അവാർഡിന്റെ കാര്യത്തിൽ നേരിട്ട് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ശശി തരൂർ പറയുന്നുണ്ട്. അതേസമയം അല്പസമയം മുമ്പാണ് HRDSന്റെ സെക്രട്ടറി അജയ് കൃഷ്ണ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. HRDSന്റെ ആളുകൾ ശശി തരൂരിനെ ഡൽഹിയിലെ വസതിയിൽ ചെന്നാണ് ഈ പുരസ്കാരത്തിന്റെ കാര്യം അറിയിക്കുകയും ശശി തരൂരിനെ നേരിട്ട് തന്നെ ക്ഷണിക്കുകയും ആ സമയത്ത് ശശി തരൂർ പങ്കെടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ കാണുന്നതാണ് HRDSന്റെ ഡൽഹിയിലെ ആസ്ഥാനം. ഇവിടെയാണ് HRDSന്റെ സെക്രട്ടറി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കാണുകയും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. ആ സമയത്ത് ശശി തരൂർ ഈ പരിപാടിയിൽ ഈ അവാർഡ് സ്വീകരിക്കാം, പരിപാടിയിൽ പങ്കെടുക്കാം എന്നറിയിച്ചതാണ്. പിന്നെ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ശശി തരൂർ ഒരു മലക്കം അറിഞ്ഞത് എന്ന കാര്യത്തിൽ തങ്ങൾക്ക് ഒരു വ്യക്തതയില്ല. ഒരുപക്ഷെ കോൺഗ്രസ് ഇത് വലിയ വിവാദമാക്കിയതിന് പിന്നാലെയായിരിക്കും ശശി തരൂർ ഒരു പിന്മാറൽ അറിയിച്ചിരിക്കാമെന്നാണ് ഇപ്പോൾ സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ തങ്ങളെ ഔദ്യോഗികമായിട്ട് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഡൽഹിയിൽ നടക്കുന്ന ഈ ചടങ്ങിൽ തരൂർ പങ്കെടുക്കില്ല എന്ന് തരൂരോ തരൂരിന്റെ ഓഫീസോ ഇതുവരെയും അറിയിച്ചിട്ടില്ല. ബാക്കിയുള്ള എല്ലാവരും ഉണ്ടാകും. തരൂർ വരുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷ എന്ന് തന്നെയാണ് HRDS ഇപ്പോഴും പറയുന്നത്. എന്നാൽ ഈ തരൂർ വരില്ല എന്ന കാര്യത്തിൽ തരൂർ തന്നെ ഒരു വ്യക്തത ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. അതിന് ചില കാരണങ്ങൾ കൂടി തരൂർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ട് ചെയ്യാനെത്തിയപ്പോഴായിരുന്നു ശശി തരൂരിനോട് ഈ അവാർഡിന്റെ കാര്യം ചോദിച്ചത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് തനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ മാധ്യമങ്ങൾ പറയുമ്പോഴാണ് അത്തരമൊരു പുരസ്കാരം, ഒരു സവേക്കർ പുരസ്കാരം തനിക്ക് ലഭിച്ചതായിട്ട് താൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് തനിക്കോ തന്റെ ഓഫീസിന് ഒരു അറിവുമില്ല എന്ന് തരൂർ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെ വിവിധ കോൺഗ്രസ് നേതാക്കൾ തരൂരിനെതിരെ രംഗത്തെത്തിയിരുന്നു ഈ പുരസ്കാരം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതിന് പിന്നാലെയാണ് തരൂര് എക്സിലൂടെ